പെരുന്നാൾ ദിവസം വൈബാക്കാൻ മുഴപ്പിലങ്ങാട് വാഗ്ബയിൽ കയറി. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അത് കാണുന്നതാണ് കേട്ടോ ധർമ്മടം തുരുത്ത്. അത് തമ്പാച്ചി. അരി തമ്പാച്ചി. തമ്പാച്ചി അതെ അല്ലേ? മുത്തപ്പനല്ലത് കണ്ടനാർക്കാളനാണ്. തെയ്യം എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണൂരുകാർക്ക് ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തെയ്യങ്ങളുടെ മുഖത്തെഴുത്തുകളുടെ കലാസൃഷ്ടി അവിടെ കണ്ടു. കണ്ടനാർക്കേളനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒറിജിനൽ കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഉപ്പിലിട്ട കുറെ ഐറ്റംസ് കണ്ടത്. വായിന്ന് വെള്ളം ഊർന്ന രീതിയിൽ ഉപ്പിലിട്ട ഐറ്റംസ്. അത് മാത്രമല്ല നല്ല സ്പൈസിയും ക്രിസ്പി ആയിട്ടുള്ള ചായക്കടികളും ഉണ്ടായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഒടുവിൽ ഞങ്ങള് മോമോസും പഴംപൊരിയാണ് കേട്ടോ എടുത്തത്. മുട്ടയെ കൊണ്ടുള്ള മോമോസ് ആയിരുന്നു, എനിക്കത് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇറച്ചിപ്പത്തൽ എടുത്തു, ചായ വാങ്ങി. വൈദുവിന് ഇഷ്ടം കാപ്പിയാണെന്ന് പറഞ്ഞു, കാപ്പിയും വാങ്ങി. കാപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് നേരെ മസാല കോണ് കഴിക്കാൻ പോയി. മസാല കോൺ അസാധ്യ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കടലിന്റെ വൈബിൽ നന്നായി ആസ്വദിച്ച് കഴിച്ചാൽ മാത്രം പോരല്ലോ, അതിന്റെ വേസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണല്ലോ. അത് തന്നെയാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഈ ഒരു ഭാഗത്ത് നിന്ന് ബീച്ചിലേക്കുള്ള വണ്ടികളൊക്കെ നിരോധിച്ചിരുന്നു. നല്ല സായാഹ്നം അല്ലേ? തിരമാലകൾ വാക്ക് വേ വരെ വന്നതുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ എല്ലാരോടും തിരിച്ചു പോകാൻ പറയുന്നുണ്ടായിരുന്നു. 2 ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ വീണ്ടും വാക്ക് വേയിലൂടെ നടക്കാൻ തുടങ്ങി. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേസ് ബെന്നുണ്ട്, പ്രതിമകളുണ്ട്, നല്ല സ്ഥല സൗകര്യം ഉണ്ട്. കളിക്കേണ്ട സാധനം കണ്ടപ്പെടുക ഇത് ഒരൊറ്റ ഓട്ടം തന്നെ. പിന്നെ ഓളെ പിടിച്ചാൽ കിട്ടുന്നില്ല. കാണുന്ന എല്ലാ ഐറ്റത്തിലും വെലിഞ്ഞും ചാടിയും കയറുന്നുണ്ടായിരുന്നു. ചിലതൊന്നും ഇറങ്ങാൻ പറ്റാതെ എന്നെ സഹായത്തിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസം തന്നെയായിരുന്നു. പെണ്ണോരെ പാച്ചിലും തുള്ളലും തന്നെ. ഓളെ സന്തോഷം കാണുമ്പോൾ എനിക്കും സന്തോഷം. വീണ്ടും നമ്മൾ നടക്കാൻ ഇറങ്ങി. രാത്രിയായിട്ടോ. ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാത്റൂമും വാഷ്റൂമും ഒന്നും ഓപ്പൺ അല്ല. പിന്നെ നമുക്ക് വിശന്ന് നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചു. ഞാനൊരു ഷവർമ കഴിച്ചു. വീണ്ടും നമ്മൾ വൈബാക്കി തിരിച്ച് നടക്കാൻ തുടങ്ങി. രാത്രിയായി, ചന്ദ്രൻ വന്നു. നടന്ന് മനുഷ്യന്റെ ഊർപ്പാട് ഇളക്കി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് നിയന്ത്രിക്കാൻ കുറച്ച് നല്ല മനുഷ്യരും ഉണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ രാത്രി 10 മണി. ചായയും കുടിച്ച് കേക്ക് നിന്ന് ഉറങ്ങി.